ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ PSC ഇൻ ടെക്സ്റ്റ് ബുക്ക്. പുതിയ SCRT 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 5ാമത്തെ ചാപ്റ്ററാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വരയ്ക്കാം വായിക്കാം എന്നതാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇതിൽ മെയിനായിട്ടും മാപ്പിനെ കുറിച്ചും അതേപോലെ ഗ്ലോബിനെ കുറിച്ചും ഉള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എങ്ങനെ ഒരു ഭൂപടത്തിനെ മനസ്സിലാക്കാം, അതിൽ നിന്നും കേരളത്തിനെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, ഭൂഖണ്ഡങ്ങളുടെ അതിൻ്റെ ആകൃതി കണ്ടിട്ട് അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങൾ തിരിച്ചറിഞ്ഞ് പേര് നൽകാനും ഒക്കെയാണ് മെയിനായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. സമുദ്രങ്ങളെക്കുറിച്ചും ഈ ഒരു ചാപ്റ്ററിനകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ PSC ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് സ്കെച്ചിനെയും പ്ലാനിനെയും കുറിച്ച് ബേസിക് ആയിട്ടുള്ളൊരു കാര്യം പറയുന്നുണ്ട്. നമുക്കറിയാം, കെട്ടിടങ്ങളുടെയൊക്കെ പ്ലാൻ തയ്യാറാക്കുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള അളവുകൾ ഉൾപ്പെടുത്താറുണ്ട് ഇല്ലേ? എന്നാൽ സ്കെച്ചുകൾ തയ്യാറാക്കുമ്പോൾ കൃത്യമായിട്ടുള്ള അളവുകൾ ഉണ്ടാകണമെന്നില്ല. അതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഡിഫറൻസ്. സൂര്യൻ ഉദിക്കുന്ന ദിശ എവിടെയാണോ അതിനെയാണ് നമ്മൾ കിഴക്കായിട്ട് കണക്കാക്കുന്നത്. വടക്ക് നോക്കി യന്ത്രമാണ് ദിശ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് നമുക്കറിയാം, ഇതിനകത്ത് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുന്ന ഒരു കാന്തസൂചി എപ്പോഴും തെക്ക് വടക്ക് ദിശയിൽ നിലകൊള്ളുന്ന രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. പിന്നീട് ഇതിനകത്ത് വടക്ക് ദിശയെ പ്രത്യേകമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടാകാം. സമുദ്രയാത്രയിൽ ദിശ അറിയുന്നതിന് നാവികർ വടക്ക് നോക്കി യന്ത്രം പണ്ട് കാലം മുതൽ തന്നെ ഉപയോഗിച്ചിരുന്നു. ഇനിയും ഭൂപടത്തിലെ ദിശകൾ എന്നും പറഞ്ഞിട്ട് നമ്മൾ സാധാരണയായിട്ട് ഭൂപടത്തിൽ ദിശ കാണിക്കുന്ന അടയാളം നൽകിയിട്ടുണ്ട്. ചുമർ ഭൂപടങ്ങളുടെ മുകൾ ഭാഗത്ത് വടക്ക് ദിശയെ സൂചിപ്പിക്കുന്ന അടയാളം കാണാൻ പറ്റും. ഭൂപടത്തിൻ്റെ ചുവട് ഭാഗം തെക്ക് ദിശയെയും വലത് ഭാഗം പടിഞ്ഞാറ് ദിശയെയും ഇടത് ഭാഗം കിഴക്ക് ദിശയെയുമാണ് സൂചിപ്പിക്കുന്നത്. ഭൂപടത്തിൻ്റെ ചുവട് ഭാഗം തെക്ക് ദിശയെയും വലത് ഭാഗം പടിഞ്ഞാറ് ദിശയും ഇടത് ഭാഗം കിഴക്ക് ദിശയും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, ഭൂപടത്തിൻ്റെ ഇടതും വലതും ദിശ വേണം നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നീട് ഇതിനകത്ത് ഒരു ഭൂപടത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബേസിക്കായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വേണ്ടത് എന്നാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമുക്കറിയാം, ഭൂമിയിൽ ഒരു വസ്തുവിൻ്റെ സ്ഥാനം കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖാംശ രേഖകൾ എന്ന് വിളിക്കുന്നത്. ഒരു ഗ്ലോബിൽ ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായിട്ട് വിഭജിച്ചുകൊണ്ട് ഭൂമിയുടെ മധ്യഭാഗത്തു കൂടി വരയ്ക്കുന്നതിനെയാണ് നമ്മൾ ഇക്വേറ്റർ, ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. അതിന് സമാന്തരമായിട്ട് മുകളിലേക്കും താഴേക്കും വരയ്ക്കുന്ന വൃത്താകൃതിയിലുള്ള രേഖകളാണ് അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. എന്നാൽ ഈ അക്ഷാംശ രേഖകൾക്ക് ലംബമായി വരച്ചിരിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള രേഖകളെയാണ് നമ്മൾ രേഖാംശ രേഖകളെന്ന് പറയുന്നത്. ഈ 2 രേഖകൾക്കിടയിൽ ഒരു വസ്തു എവിടെ വരുന്നു എന്ന് കണക്കാക്കിയിട്ടാണ് അതിൻ്റെ സ്ഥാനം നമ്മൾ നിർവചിക്കുന്നത്. അക്ഷാംശ രേഖയും രേഖാംശ രേഖയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യം അത് മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ. പിന്നീട് ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃകയാണ് നമ്മൾ ഗ്ലോബ് എന്ന് പറയുന്നത്. ഈ ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ ഒരു പരന്ന പ്രതലത്തിൽ വരച്ച് ചേർത്താൽ നമുക്ക് എന്താക്കി പറ്റും? അതിനെ മാപ്പായിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ കേരളത്തിൻ്റെ ഭൂപടമാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനകത്തുനിന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഏറ്റവും തെക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ്, വടക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നീട് കേരളത്തിൻ്റെ കിഴക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അറിയാം, ഏതാണ് കേരളത്തിൻ്റെ കിഴക്ക് സ്ഥിതി ചെയ്യുന്നത്? മാപ്പ് നോക്കി കണ്ടുപിടിക്കാനാണ്. അപ്പോൾ കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ഏതാണ്? തമിഴ്നാടാണ്. കേരളത്തിൻ്റെ പടിഞ്ഞാറ് അതിർത്തിയിൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അറിയാം, ഇതിനകത്ത് ലക്ഷദ്വീപ് കടൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അറിയാം, അറബിക്കടൽ അല്ലെങ്കിൽ ലക്ഷദ്വീപ് കടൽ. അതേപോലെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ലകൾ ഏതൊക്കെയാണ്, സംസ്ഥാനം ഏതൊക്കെയാണ് എന്നുള്ളതും ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ തൊട്ടപ്പുറത്ത് കേരളവും തമിഴ്നാടുമാണ്. അതിനകത്ത് തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ലകൾ ഏതൊക്കെയാണ് നോക്കി കണ്ടുപിടിക്കണം. മലപ്പുറം ഉണ്ട്, പാലക്കാട്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം. അപ്പോൾ തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ലകൾ മലപ്പുറം, പാലക്കാട്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം, 7 ജില്ലകൾ. ഇനിയും കർണാടകവുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? വയനാട്, കണ്ണൂർ, കാസർഗോഡ്. കേരളത്തിൻ്റെ തെക്കേറ്റത്തും വടക്കേറ്റത്തുള്ള ജില്ലകൾ നമുക്കറിയാം. തെക്കേറ്റത്ത് തിരുവനന്തപുരവും വടക്കേറ്റത്ത് കാസർഗോഡുമാണ്. കടലുമായി അതിർത്തി പങ്കിടാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? കടലുമായിട്ട് അതിർത്തി പങ്കിടാത്ത ജില്ലകൾ വയനാട്, പാലക്കാട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട. 5 ജില്ലകൾ. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്.
ഇനിയും ഒരു ഭൂപടത്തിൽ തലക്കെട്ട് വേണമെന്ന് നമുക്കറിയാം, സൂചിക വേണം എന്നറിയാം, ചിഹ്നങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഭൂപടത്തിൻ്റെ മുകൾ ഭാഗത്താണ് പൊതുവെ തലക്കെട്ട് നൽകുന്നത്. ഭൂപടത്തിൻ്റെ ഉള്ളടക്കത്തെയാണ് തലക്കെട്ട് സൂചിപ്പിക്കുന്നത്. ഇപ്പം നമ്മൾ കേരളം രാഷ്ട്രീയ ഭൂപടം എന്നാണ് ഇപ്പോൾ കണ്ട മാപ്പിൻ്റെ ടൈറ്റിൽ നമ്മൾ കണ്ടത്. ഇനി ദിശ നമുക്ക് അറിയാം ഏതൊക്കെയാണ് എന്നുള്ളത്. ഇനി സൂചിക എന്ന് പറയുന്നത് എന്താണ്? ഭൂതല സവിശേഷതകൾ തിരിച്ചറിയുന്നതിനായിട്ടാണ് ഭൂപടത്തിൽ എന്ത് നൽകുന്നത്? സൂചിക നൽകുന്നത്. എന്താ നമ്മൾ സൂചികയെക്കുറിച്ച് പറഞ്ഞത്? ഭൂതല സവിശേഷതകൾ തിരിച്ചറിയുന്നതിനായിട്ടാണ് ഭൂപടത്തിൽ നമ്മൾ എന്ത് നൽകുന്നത്? സൂചിക നൽകുന്നത്. ഇനി ഈ സൂചിക ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നോക്കിക്കേ, സംസ്ഥാന അതിർത്തിയിൽ നമ്മളിങ്ങനെ ഡോട്ടഡ് ലൈൻസ് ആണ് സംസ്ഥാന അതിർത്തി. സംസ്ഥാനത്തിൻ്റെ അതിർത്തി കണ്ടോ, ഡോട്ടഡ് ലൈൻസ് ആണ്. എന്നാൽ ജില്ലാ അതിർത്തി എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല ഷാർപ്പനായ നല്ല കട്ടിയുള്ളൊരു വരയാണ് കൊടുത്തിട്ടുള്ളത്, ജില്ലാ അതിർത്തി. നദികളുടെ സൂചിക നോക്കൂ, ദേശീയപാതകൾ, റെയിൽ പാതകൾ. തലസ്ഥാനത്തിനെ സൂചിപ്പിക്കുന്നത് ഒരു സ്റ്റാറാണ്. എന്നാൽ ജില്ലാ ആസ്ഥാനത്തിനെ സൂചിപ്പിക്കുന്നത് ഒരു കറുത്ത ഡോട്ടാണ് കേട്ടോ. തുറമുഖം കണ്ടു, വിമാനത്താവളത്തിൻ്റെ സിമ്പലും നോക്കൂ. സംസ്ഥാന പാതകൾ, അപ്പോൾ സംസ്ഥാന പാതകൾ ഒരു വരിയേ ഉള്ളൂ, അത് ചുവപ്പ് നിറത്തിൽ. എന്നാൽ ദേശീയ പാതകൾ 2 പാരലൽ ലൈൻസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സൂചികയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സംസ്ഥാന അതിർത്തി കണ്ടു, ജില്ലാ അതിർത്തി കണ്ടു, നദി, ദേശീയപാതകൾ കണ്ടു, റെയിൽ പാതകൾ നോക്കുക, തലസ്ഥാനം, ജില്ലാ ആസ്ഥാനം. തലസ്ഥാനം സ്റ്റാർ പ്രത്യേകം ഓർക്കുക, ജില്ലാ ആസ്ഥാനം, തുറമുഖം, പിന്നെ വിമാനത്താവളമൊക്കെ കണ്ടാൽ അറിയാം സംസ്ഥാന പാതകളും. അപ്പോൾ സംസ്ഥാന പാതകളും ദേശീയപാതകളും പ്രത്യേകം നോക്കുക, തലസ്ഥാനം, ജില്ലാ ആസ്ഥാനം അതൊക്കെ നോക്കുക. ഇനിയുള്ള സമയത്ത് PSCയിൽ ഓരോ വർഷം കഴിയും തോറും നല്ല രീതിയിൽ ആണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് ഈ ഒരു ചാനലിൽ നമ്മൾ SCRTയുടെ ക്ലാസ്സൊക്കെ ഇട്ട സമയത്ത് ഒരിക്കലും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസോ ഒന്നുമില്ലായിരുന്നു. ജസ്റ്റ് 1 വേർഡ് എവിടെന്നെങ്കിലും 1-2 ക്വസ്റ്റ്യൻസ് ചോദിച്ചാലായി. അന്ന് ഒരുപാട് പേര് വിമർശിച്ചിരുന്നു, പുസ്തകം ഇങ്ങനെ വായിച്ചു പറഞ്ഞിട്ട് സമയം കളയുവാണെന്ന് പറഞ്ഞ് ഒരുപാട് കമൻറ്റ്സ് എനിക്ക് ആദ്യകാലങ്ങളിൽ വന്നു. എന്നാൽ അതങ്ങനെ പറഞ്ഞില്ല, വെറും 1 വേർഡ് മാത്രമാണെങ്കിൽ എനിക്കത്ര ഒരു സംതൃപ്തി തോന്നാത്തത് കൊണ്ടാണ് അന്ന് ആ ഒരു ക്ലാസ് ആദ്യം മുതൽ തന്നെ ഇട്ടത്. ഇപ്പോൾ മലയാളത്തിൽ നല്ല ഒരുപാട് വിഷയങ്ങളിൽ നിന്ന് എടുത്തു വെച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ PSC നമ്മളെപ്പം പഠിച്ചാലും SCRT പാഠപുസ്തകങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും പുസ്തകം വായിച്ച് വിടുക. അപ്പോൾ അങ്ങനെ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് സമയ ലാഭത്തിന് വേണ്ടിയിട്ട് ഒരു പോയിൻ്റ് പോലും മിസ്സാവാതെ എല്ലാ നിങ്ങൾ വായിക്കുന്നതിൻ്റെ അത്രയും എഫക്റ്റോട് കൂടിയിട്ടാണ് ഒരു പോയിൻ്റ് പോലും മിസ്സാവാതെ ക്ലാസ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഹാൻഡ് ബുക്കും കൂടി അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഡേറ്റാസ് അഡീഷണൽ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുതിയ പാഠപുസ്തകം പറയുമ്പോൾ ഞാൻ ആദ്യം മുതൽ തന്നെ അതും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ സൂചിക ഇത്രയും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി കാർട്ടോഗ്രാഫി എന്താണെന്നാണ്. അതേപോലെ ഒരു കാര്യം, നമ്മൾ ഈ പാഠപുസ്തകം മാറിയപ്പോൾ പുതിയ പാഠപുസ്തകം പഠിക്കണമെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പഴയ പാഠപുസ്തകം ഞാൻ പറഞ്ഞില്ല, പകുതി മാത്രമേ മാറിയിട്ടുള്ളൂ, പകുതി അതുപോലെ ഉണ്ട്. എന്നാൽ ഡേറ്റാസും കാര്യങ്ങളൊന്നും എല്ലാം ഒന്നും മാറിയിട്ടില്ല. എന്നാൽ പുതിയ പാഠപുസ്തകം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ കാണുക. കാര്യം ഇനി അങ്ങോട്ട് ഹയർ ക്ലാസ്സസ് വരുമ്പോൾ നമ്മുടെ സിലബസിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ മാറ്റുകയോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ചില വിഷയങ്ങളും ചില കാര്യങ്ങളും എല്ലാം സിമിലാരിറ്റി നല്ല രീതിയിലുണ്ട്. പഴയതിനേക്കാളും കൂടുതൽ ക്ലാരിഫിക്കേഷൻസും പോയിൻറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് വേറൊരു ലെവലിലാണ് പുതിയത്. അടുത്ത പ്രാവശ്യം കൂടെ ആകുമ്പോഴത്തേക്ക് ഫുൾ അപ്ഡേറ്റ് ആവും. പിന്നെ നമ്മൾ ക്ലാസ് കേൾക്കുമ്പോൾ ദയവേദി നിങ്ങളുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടാവണം. എന്താണ്, ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളൊന്ന് തംസപ്പെങ്കിലും കമൻറ്റായിട്ട് ഇടുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതെനിക്കൊരു പ്രോത്സാഹനമാണ് അടുത്ത ക്ലാസ് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ കാർട്ടോഗ്രഫിയാണ് പറഞ്ഞത്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപടശാസ്ത്രം അല്ലെങ്കിൽ കാർട്ടോഗ്രഫി എന്ന് പറയുന്നത്. ഈ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളെ നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് ഏത്? സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇതിൻ്റെ ആസ്ഥാനം ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ കേട്ടോ. അപ്പോൾ വീണ്ടും പറയാണ്, SCRT പാഠപുസ്തകങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ PSC സീരിയസ് ആയിട്ട് എടുക്കുന്നവരാണെങ്കിൽ എല്ലാ സബ്ജക്റ്റുകളും നോക്കുക.
SCRT കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ വേറെ എന്ത് കാര്യങ്ങളും ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ SCRTയുടെ ക്ലാസ് എടുത്തെന്ന് പറഞ്ഞ് ഇതല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് മനസ്സിലാവുന്ന, അല്ലെങ്കിൽ നിങ്ങൾ PDF എടുത്തിട്ട് ചിലർക്ക് ഇങ്ങനെ PDF ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാൻ ബുദ്ധിമുട്ട് കാണും. പിന്നെ ഇങ്ങനെ വീട്ടമ്മമാരൊക്കെ അവർക്കത് വലിയ പ്രയാസമായിരിക്കും. അപ്പോൾ ക്ലാസ് കേൾക്കുമ്പോൾ കുറച്ചുകൂടെ അവർക്ക് ഈസി ആവും. പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള, അതായത് ഈ മാറിയ സിലബസ് അനുസരിച്ചിട്ടുള്ള PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വർക്കൗട്ട് ചെയ്യുക, കറണ്ട് അഫയേഴ്സ്. ഇതാണ് മെയിനായിട്ടും ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണാണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് ജില്ലയുടെ തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കാനെന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്കൊരു വർക്ക് കൊടുത്തേക്കുവാണ്. അപ്പോൾ നമുക്ക് തിരുവനന്തപുരം ജില്ലയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയാം. തിരുവനന്തപുരം ജില്ല നമുക്കറിയാം കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ലയാണ്. ജില്ലകളിൽ 1ാമത്തെ സ്ഥാനമാണ്. കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം ജില്ലയാണ്. 1956 രൂപീകൃതമായി. റെയിൽവേ സ്റ്റേഷൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ്. തുറമുഖം വിഴിഞ്ഞം തുറമുഖമാണ് പ്രധാനപ്പെട്ടത്. പ്രധാനപ്പെട്ട ബീച്ചുകൾ കോവളവും വർക്കലയുമാണ്. കേരള സർവകലാശാലയുടെ ആസ്ഥാനം, അതേപോലെ തന്നെ ടെക്നോ പാർക്ക് ഒക്കെ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. IT പാർക്കായിട്ടുള്ള ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം അതിർത്തി പങ്കിടുന്ന ജില്ല ഏതാണ്? കൊല്ലമാണ്. അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാടാണ്. തിരുവനന്തപുരം അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. പിന്നീട് ഇത് ഹാൻഡ് ബുക്കിലും ഇതിനെക്കുറിച്ച് തന്നെ ഒരു തിരിച്ചറിയൽ രേഖയുടെ മാതൃക കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതുകൂടി ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം കേട്ടോ. തിരുവനന്തപുരം ജില്ലയെക്കുറിച്ച് ഒരു തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കുള്ളൊരു വർക്കാണ്. നമ്മളിപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ അല്ലാണ്ട് പറഞ്ഞു, ഇനി നമ്മൾ ഹാൻഡ് ബുക്കിലുള്ളത് പറയും. പിന്നെ അതുകൂടാതെ നമുക്ക് പെട്ടെന്ന് ഓരോ ജില്ലയെക്കുറിച്ചും ഞാനൊന്ന് പറഞ്ഞു പോകാം. ചിലർക്കിത് ഭയങ്കര ബോറടിയായിട്ട് തോന്നും, പക്ഷേ എന്നാലും നമ്മൾ ഇവിടെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ് കേട്ടോ. അപ്പോൾ തിരുവനന്തപുരം ജില്ല കഴിഞ്ഞ് പിന്നെ അടുത്ത് നമുക്കറിയാം കൊല്ലം ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായൽ. എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. കേരളത്തിൻ്റെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി ഏതാണ്? തെന്മല. അതും എവിടെയാണ്? കൊല്ലത്താണ്. അതേപോലെ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല ഏതാണ്? കൊല്ലമാണ്. തെക്ക് തിരുവനന്തപുരം ജില്ലയുമായിട്ട് കിഴക്ക് തമിഴ്നാടും വടക്ക് പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളുമായിട്ടും പടിഞ്ഞാറ് അറബിക്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. കൊല്ലത്തെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളാണ് കരുനാഗപ്പള്ളി, കൊല്ലം, ശാസ്താംകോട്ട, പുനലൂരൊക്കെ. പിന്നീട് കൊല്ലം കഴിഞ്ഞാൽ പിന്നെ പത്തനംതിട്ടയാണ്. പ്രധാനപ്പെട്ടത് മാത്രം നമുക്ക് ഒന്ന് ഓടിച്ചു പോകാം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള ശബരിമല ക്ഷേത്രം എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലാണ്. അതുപോലെ ആറന്മുള കണ്ണാടിയുടെ നാടാണ്. പടയണി എന്ന കലാരൂപത്തിന് പ്രശസ്തമാണ് പത്തനംതിട്ട ജില്ലയിലെ കടമ്മനിട്ട എന്ന് പറയുന്ന സ്ഥലം. അതേപോലെ വടക്ക് കോട്ടയം ജില്ലയുമായിട്ടും കിഴക്ക് തമിഴ്നാട്, തെക്ക് കൊല്ലം ജില്ലയുമായിട്ടും പടിഞ്ഞാറ് ആലപ്പുഴ ജില്ലയുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. തിരുവല്ലയാണ് പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അടുത്തത് കൊല്ലം കഴിഞ്ഞു, പത്തനംതിട്ട കഴിഞ്ഞു, ആലപ്പുഴ. ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നുണ്ട്. പിന്നീട് സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്ന് സ്ഥിതി ചെയ്യുന്ന കുട്ടനാട് ആലപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറ് ഭാഗം അറബിക്കടലായിട്ടും തെക്ക് കൊല്ലം ജില്ലയുമായിട്ടും കിഴക്ക് കോട്ടയം പത്തനംതിട്ട ജില്ലകളുമായിട്ടും വടക്ക് എറണാകുളം ജില്ലയുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനുകൾ ആലപ്പുഴ, കായംകുളം, മാവേലിക്കര. പിന്നീട് കോട്ടയത്തിനെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം കോട്ടയം പട്ടണമാണ്. മലയാളം അച്ചടി ആദ്യം തുടങ്ങിയതും കോട്ടയത്താണ്. അതേപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോട്ടയമാണ്. കേരളത്തിലെ ആദ്യ കോളേജ് കോട്ടയം നഗരത്തിലെ CMS കോളേജാണ്. ഏറ്റവും പൊക്കം കുറഞ്ഞ പശുവായിട്ടുള്ള വെച്ചൂർ പശുവിൻ്റെ ജന്മനാട് കോട്ടയം ജില്ലയിലെ വെച്ചൂരാണ്. തെക്ക് പത്തനംതിട്ടയായിട്ടും കിഴക്ക് ഇടുക്കിയുമായിട്ടും വടക്ക് എറണാകുളവുമായിട്ടും പടിഞ്ഞാറ് ആലപ്പുഴ ജില്ലയുമായിട്ടും അതിർത്തി പങ്കിടുന്നുണ്ട്. പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകൾ കോട്ടയം, ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരിയാണ്. ഇനി കോട്ടയം കഴിഞ്ഞ് നമുക്ക് ഇടുക്കിയെക്കുറിച്ച് പറയുവാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല, അതേപോലെ കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം ഏതാണ്? ഇടുക്കി അണക്കെട്ടാണ്. പ്രകൃതിദത്തമായ ചന്ദന മരങ്ങളുടെ നാടെന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയിലെ മറയൂരിലാണ്. റെയിൽപാത ഇല്ലാത്തൊരു ജില്ലയാണ് ഇടുക്കി എന്ന് പറയുന്നത്. തേക്കടി, മൂന്നാറും ഒക്കെ നമുക്കറിയാം വേൾഡ് ഫേമസ് ആയിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായിട്ടുള്ള ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. തെക്ക് പത്തനംതിട്ട ജില്ലയുമായിട്ടും കിഴക്ക് തമിഴ്നാടുമായിട്ടും വടക്ക് എറണാകുളം, തമിഴ്നാട് എന്നിവയായിട്ടും പടിഞ്ഞാറ് കോട്ടയം, എറണാകുളം ജില്ലകളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്.
പിന്നീട് നമ്മൾ ഇടുക്കി കഴിഞ്ഞാൽ എറണാകുളത്തോട്ട് പോയാൽ ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ലയാണ് എറണാകുളം എന്ന് പറയുന്നത്. ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം കാലടിയിലാണ്, അത് എറണാകുളത്താണ്. കേരള ഹൈക്കോടതി കൊച്ചിയിലാണ്. കേരളത്തിലെ ആദ്യ മെട്രോ റെയിൽ എറണാകുളം ജില്ലയിലാണ്. പടിഞ്ഞാറ് അറബിക്കടലുമായിട്ടും തെക്ക് ആലപ്പുഴ കോട്ടയം ജില്ലകളുമായിട്ടും കിഴക്ക് ഇടുക്കിയുമായിട്ടും വടക്ക് തൃശ്ശൂർ ജില്ലയുമായിട്ടും തമിഴ്നാടുമായിട്ടും അതിർത്തി പങ്കിടുന്നുണ്ട്. പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകൾ എറണാകുളം നോർത്തും സൗത്തുമാണ്. പിന്നീട് നമുക്ക് തൃശ്ശൂർ ജില്ലയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ പൂരങ്ങളുടെ നാടെന്നറിയപ്പെടുന്നുണ്ട്. പഴയകാലത്തെ പ്രധാനപ്പെട്ട തുറമുഖം കൊടുങ്ങല്ലൂർ, അതുപോലെ തന്നെ ലോകപ്രശസ്തമായിട്ടുള്ള ഗുരുവായൂർ ക്ഷേത്രമൊക്കെ തൃശ്ശൂർ ജില്ലയിലാണ്. കേരള കലാമണ്ഡലം തൃശ്ശൂരിലെ ചെറുതുരുത്തിയിലാണ്. ആദ്യ ക്രിസ്ത്യൻ പള്ളിയും മുസ്ലിം പള്ളിയും നിർമ്മിക്കപ്പെട്ടത് കൊടുങ്ങല്ലൂരാണ്. പ്രശസ്തമായിട്ടുള്ള അതിരപ്പള്ളി വെള്ളച്ചാട്ടം തൃശ്ശൂർ ജില്ലയിലാണ്. കിഴക്ക് പാലക്കാട് ജില്ല തമിഴ്നാട് എന്നിവയുമായിട്ടും വടക്ക് പാലക്കാട് മലപ്പുറം ജില്ലകളുമായിട്ടും തെക്ക് എറണാകുളം ജില്ലയുമായിട്ടും പടിഞ്ഞാറ് അറബിക്കടലുമായിട്ടും അതിർത്തി പങ്കിടുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തത് പാലക്കാട് ജില്ലയെക്കുറിച്ച് നോക്കാം. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് പാലക്കാട് ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണി മലമ്പുഴ അണക്കെട്ട് പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാടായിട്ടുള്ള സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. വടക്കും കിഴക്കും തമിഴ്നാടുമായിട്ടും തെക്ക് തൃശ്ശൂരുമായും പടിഞ്ഞാറ് മലപ്പുറം തൃശ്ശൂർ ജില്ലകളുമായിട്ടും അതിർത്തി പങ്കിടുന്നുണ്ട്. പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളാണ് പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം, പാലക്കാട്. ഇനിയും നമുക്ക് മലപ്പുറം ജില്ലയെക്കുറിച്ച് നോക്കാം. അടുത്തത് അല്ലേ, മാപ്പിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് മുകളിലോട്ട് പോകുന്നത്. മലയാള ഭാഷയുടെ പിതാവായിട്ടുള്ള തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ ജന്മദേശമാണ് മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ്. മാമാങ്കം എന്ന് പറയുന്ന മഹോത്സവം നടത്തിയിരുന്നത് മലപ്പുറം ജില്ലയിലെ തിരുനാവായിൽ വെച്ചിട്ടാണ്. തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. കിഴക്ക് തമിഴ്നാടുമായിട്ടും വടക്ക് കോഴിക്കോടുമായിട്ടും തെക്ക് തൃശ്ശൂർ പാലക്കാട് ജില്ലകളുമായിട്ടും പടിഞ്ഞാറ് അറബിക്കടലുമായിട്ടും അതിർത്തി പങ്കിടുന്നുണ്ട്. പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകൾ മലപ്പുറത്തിലെ പരപ്പനങ്ങാടി, താനൂർ, തിരുനാവായ, കുറ്റിപ്പുറം. പിന്നീട് മലപ്പുറം ജില്ല കഴിഞ്ഞിട്ട് നമുക്ക് കോഴിക്കോട് ജില്ല നോക്കിയാലോ. കിഴക്ക് വയനാട് ജില്ലയുമായിട്ടും വടക്ക് കണ്ണൂർ ജില്ലയുമായിട്ടും തെക്ക് മലപ്പുറം ജില്ലയുമായിട്ടും പടിഞ്ഞാറ് അറബിക്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. വാസ്കോ ഡ ഗാമ കപ്പലിറങ്ങിയ കാപ്പാട് കോഴിക്കോടാണ്. പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകൾ ഫറോക്ക്, കോഴിക്കോട്, അതുപോലെ തന്നെ കൊയിലാണ്ടി, വടകര. കരിപ്പൂർ വിമാനത്താവളം കോഴിക്കോട് ജില്ലയിലാണ്. ഇനിയും കോഴിക്കോട് കഴിഞ്ഞ് നമുക്ക് വയനാട് നോക്കാം. കിഴക്ക് തമിഴ്നാടുമായിട്ട് വടക്ക് കർണാടകയും തെക്ക് മലപ്പുറം കോഴിക്കോട് ജില്ലകളുമായിട്ടും പടിഞ്ഞാറ് കണ്ണൂർ കോഴിക്കോട് ജില്ലകളുമായിട്ടും അതിർത്തി പങ്കിടുന്നുണ്ട്. പിന്നെ നമുക്ക് ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. പിന്നീട് കണ്ണൂർ ജില്ല നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ബൗണ്ടറീസ് ആണ് നിങ്ങൾക്ക് ആക്കേണ്ടത് ഭൂപടം നോക്കിയിട്ട് കേട്ടോ. അപ്പോൾ കണ്ണൂർ ജില്ലയായിട്ട് നമ്മൾ പറഞ്ഞാൽ കിഴക്ക് കർണാടകയായിട്ടും തെക്ക് കോഴിക്കോട് വയനാട് ജില്ലകളുമായിട്ടും വടക്ക് കാസർഗോഡ് ജില്ലയുമായിട്ടും പടിഞ്ഞാറ് അറബിക്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകൾ തലശ്ശേരി, കണ്ണൂർ, വളപട്ടണം, ഏഴിമല. പിന്നീട് ലാസ്റ്റ് നമ്മൾ കാസർഗോഡ് ജില്ല പറഞ്ഞ കേരളത്തിലെ അവസാനമായിട്ട് രൂപം കൊണ്ട ജില്ലയാണ് കാസർഗോഡ്. കേരളത്തിലെ വടക്കേറ്റത്തെ ജില്ലയും കാസർഗോഡാണ്. കിഴക്ക് കർണാടകവുമായിട്ടും വടക്ക് കണ്ണൂർ ജില്ലയുമായിട്ടും പടിഞ്ഞാറ് അറബിക്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ തൃക്കരിപ്പൂർ, നീലേശ്വരം, കാസർഗോഡ്, മഞ്ചേശ്വരം. ചരിത്ര പ്രാധാന്യമായിട്ടുള്ള ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. ഇനിയും കേരളത്തിൻ്റെ മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഇന്ത്യയുടെ മാപ്പാണ്. ഇന്ത്യയുടെ ഭൂപടം വെച്ചിട്ട് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും തലസ്ഥാനം പഠിക്കാനുണ്ട് 5ാം ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്ററിൽ. അപ്പോൾ നമുക്കറിയാം 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ്. അതുകൊണ്ട് പെട്ടെന്ന് തലസ്ഥാനം ഞാനൊന്ന് പറഞ്ഞൊന്ന് പോയേക്കാം. ഒരുപക്ഷെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് റീകളക്ട് ചെയ്യുന്നേ ഉള്ളൂ. അറിയാം, അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം ഇറ്റാനഗറാണ്. ആസാമിൻ്റെത് ദിസ്പൂർ ആണ്. ആന്ധ്രാപ്രദേശ് അമരാവതി. ഉത്തർപ്രദേശിൻ്റെത് ലക്നൗ ആണ്. ഉത്തരാഖണ്ഡ് ഡെറാഡൂൺ. ഒഡീഷയുടെ തലസ്ഥാനം ഭുവനേശ്വർ. കർണാടകയുടെ ബംഗളൂരു. കേരളത്തിൻ്റെ തിരുവനന്തപുരം. ഗുജറാത്തിൻ്റെത് ഗാന്ധിനഗർ. ഗോവ പനാജിയാണ്. ഛത്തീസ്ഗഡിൻ്റെ തലസ്ഥാനം റായ്പൂർ. ജാർഖണ്ഡിൻ്റെത് റാഞ്ചിയാണ്. തമിഴ്നാടിൻ്റെത് ചെന്നൈ. ത്രിപുരയുടെ അഗർത്തലയാണ്. നാഗാലാൻഡിൻ്റെ തലസ്ഥാനം കൊഹിമ. പഞ്ചാബിൻ്റെത് ചണ്ഡീഗഡാണ്. പശ്ചിമ ബംഗാളിൻ്റെത് കൊൽക്കത്ത. ബീഹാറിൻ്റെത് പാട്ന. മണിപ്പൂരിൻ്റെത് ഇംഫാൽ. മധ്യപ്രദേശ് ഭോപ്പാൽ. മഹാരാഷ്ട്രയുടേത് മുംബൈയാണ്. മിസോറാം ഐസ്വാളാണ്. മേഘാലയ ഷില്ലോങ്. രാജസ്ഥാൻ ജയ്പൂറാണ്. സിക്കിമിൻ്റെത് ഗാങ്ടോക്കാണ്. ഹരിയാന ചണ്ഡീഗഡ്. ഹിമാചൽ പ്രദേശിൻ്റെ സിംലയാണ്. തെലങ്കാനയുടെ ഹൈദരാബാദ്. ഇനിയും
8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. അതിൻ്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ ആണ്. ചണ്ഡീഗഡിൻ്റെ തലസ്ഥാനം ചണ്ഡീഗഡ് തന്നെയാണ്. ദാദ്ര നഗർ ഹവേലി, ദാമൻ, ദിയു ഇതിൻ്റെ എല്ലാം തലസ്ഥാനം ദാമനാണ്. ഡൽഹിയുടെ തലസ്ഥാനം ന്യൂഡൽഹി, നമ്മുടെ ദേശീയ തലസ്ഥാന പ്രദേശമാണ് ന്യൂഡൽഹി. ജമ്മു കാശ്മീരിൻ്റെ വേനൽക്കാല തലസ്ഥാനം ശ്രീനഗറും ശൈത്യകാല തലസ്ഥാനം ജമ്മുവുമാണ്. അപ്പോൾ ഇപ്പോൾ ജമ്മുവാണ്. ലക്ഷദ്വീപിൻ്റെത് കവരത്തി, പുതുച്ചേരിയുടെ തലസ്ഥാനം പുതുച്ചേരി തന്നെയാണ്. ലഡാക്കിൻ്റെ തലസ്ഥാനം ലേ ആണ്. അപ്പോൾ ഇത് ബേസായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നീട് ടെക്സ്റ്റിൽ തന്നെ ഒരു ബോക്സിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ മാപ്പ് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾക്ക് അത് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് ആ ക്വസ്റ്റ്യനും ആൻസേഴ്സും അല്ലാതെ തന്നെ മാപ്പ് വെച്ചിട്ട് തന്നെ അങ്ങ് പറയാം. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള കടൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് ഏതാണ്? ബംഗാൾ ഉൾക്കടലാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ അറബിക്കടലാണ്. ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹിയാണ്. നാലാമത്തത് ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശം, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ലഡാക്ക്. ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്? കിഴക്ക് ഭാഗത്താണ്. അതുപോലെ ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള ഒരു അയൽരാജ്യം ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള അയൽരാജ്യം ഏതാണ്? ശ്രീലങ്കയാണ്. അതേപോലെ ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. പിന്നീട് ഇന്ത്യയുടെ അയൽരാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അറിയാം, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ്, ശ്രീലങ്ക. ഈ ഒരു ബോക്സാണ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ. പിന്നീട് ഉത്തർപ്രദേശിനെ കുറിച്ച് ഓരോ സംസ്ഥാനത്തിനെ കുറിച്ച് ഓരോ പ്രൊഫൈൽ കാർഡുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കുണ്ട്. ഉത്തർപ്രദേശിൻ്റെ ഒരു പ്രൊഫൈൽ കാർഡ് കൊടുത്തിട്ടുണ്ട്. നമുക്കത് നോക്കാം. എൻ്റെ സ്ഥാനം ഇന്ത്യയുടെ വടക്ക് ഭാഗത്താണ് ഉത്തർപ്രദേശിൻ്റെത്. എൻ്റെ അതിർത്തിയിൽ ഒരു രാജ്യമുണ്ട്, അത് നേപ്പാളാണ്. അപ്പോൾ നേപ്പാളുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. കൂടാതെ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കാര്യം ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്ന് ഉത്തർപ്രദേശിനെ അറിയപ്പെടുന്നുണ്ട്. ഉത്തർപ്രദേശിലെ ഒരു നൃത്ത കലയാണ് കഥക് എന്ന് പറയുന്നത്. ഇനിയും ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട നഗരങ്ങളാണ് കാൺപൂർ, ലക്നൗ, വാരണാസി, ആഗ്ര, അലഹബാദ് തുടങ്ങിയവ. അശോക സ്തംഭത്തിലൂടെ ശ്രദ്ധേയമായ സാരനാഥ് എൻ്റെ പ്രശസ്തി ലോകമെങ്ങും പരത്തുന്നു. അതേപോലെ ഗുജറാത്തിൻ്റെ ഒരു പ്രൊഫൈൽ കാർഡ് ജസ്റ്റ് ഒന്ന് പറയാം. ഞാൻ ഇന്ത്യയുടെ പടിഞ്ഞാറേ അതിർത്തിയിലുള്ള സംസ്ഥാനമാണ്. പിന്നീട് രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവയായിട്ടും ഭരണ പ്രദേശങ്ങളായിട്ടുള്ള ദിയു, ദാമൻ, ദാദ്ര നഗർ ഹവേലി എന്നിവയായിട്ടും പാകിസ്ഥാനുമായിട്ടും അറബിക്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. ഗാന്ധിനഗറാണ് ഗുജറാത്തിൻ്റെ തലസ്ഥാനം. ഗാന്ധിജിക്ക് ജന്മം നൽകിയത് ഇവിടെ വെച്ചിട്ടാണ്. സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായിട്ടുള്ള ലോത്തൽ, ധോളവീര ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. സബർമതി ആശ്രമം, സോമനാഥ് ക്ഷേത്രം, സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇതെല്ലാം ഗുജറാത്തിലാണ്. അഹമ്മദാബാദ്, സൂററ്റ്, വഡോദര, രാജ്കോട്ട്, ജാംനഗർ, ഭാവ്നഗർ, ജുനഗഡ് എന്നിവയെല്ലാം ഗുജറാത്തിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളാണ്. ടെക്സ്റ്റൈൽസ് ഉൾപ്പെടെ വലിയ വ്യവസായങ്ങളുടെ കേന്ദ്രം കൂടിയാണ് ഗുജറാത്ത് എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രധാന നൃത്ത ഇനം എന്ന് പറയുന്നത് ഗർബയാണ്. അടുത്തത് പോർച്ചുഗീസ് സഞ്ചാരിയായിട്ടുള്ള വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് നടത്തിയിട്ടുള്ള ഒരു യാത്രയെക്കുറിച്ചുള്ള ഒരു കുറിപ്പാണ് കൊടുത്തിട്ടുള്ളത്. പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്ത് നിന്ന് 4 പായ്ക്കപ്പലുകളിലായിട്ട് 170 പേരടങ്ങുന്ന നാവിക സംഘത്തെ നയിച്ചുകൊണ്ട് വാസ്കോഡ ഗാമ ഇന്ത്യയെ തേടി യാത്ര തിരിച്ചു. അപ്പോൾ ഏത് തുറമുഖത്ത് നിന്നാണ്? പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്ത് നിന്ന്. കാറ്റിൻ്റെ സഹായത്തോടെ തെക്ക് കിഴക്കോട്ട് യാത്ര ചെയ്ത് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെത്തി. തുടർന്ന് ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ച് മലിന്തി തുറമുഖത്തെത്തി. തുറമുഖത്തിൻ്റെ പേര് മലിന്തി. ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ച് മലിന്തി തുറമുഖത്താണ് അവരെത്തിയത്. അവിടുത്തെ നാവികരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മൺസൂൺ കാറ്റുകളുടെ സഹായത്തോടെ 1498 മെയ് 20 ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്ത് കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് തീരത്ത് എത്തിച്ചേർന്നു. യൂറോപ്പിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി വാസ്കോഡ ഗാമയും സംഘവും സാഹസികമായി നടത്തിയ ഈ യാത്ര ചരിത്രത്തിൽ ഇടം നേടി. അപ്പോൾ ലിസ്ബൺ തുറമുഖത്ത് നിന്നാണ്, അതേപോലെ ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ച് മലിന്തി തുറമുഖത്താണ് എത്തിയത്. അവിടെ നിന്നും മൺസൂൺ കാറ്റുകളുടെ സഹായത്തോടു കൂടിയിട്ടാണ് 1498 മെയ് 20 ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്ത് കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് തീരത്ത് എത്തിച്ചേർന്നത്. അപ്പോൾ ഇവിടെ ഈ വാസ്കോഡ ഗാമയുടെ സഞ്ചാര മാർഗമാണ്, ഈ യാത്രാ ഭൂപടമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ, മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ
ഇനി ഇതാണ് നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് കേട്ടോ, ഭൂഖണ്ഡങ്ങളും സമുദ്രങ്ങളും. അതിൻ്റെ പൊസിഷനാണ്, അതുപോലെ തന്നെ ആകൃതി നോക്കിയിട്ട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. വാസ്കോ ഡ ഗാമയുടെ സഞ്ചാരപാത മാർക്ക് ചെയ്തിട്ടുണ്ട് ആ റെഡ് കളറിൽ. അപ്പോൾ ഇതിൽ നിന്നും വാസ്കോ ഡ ഗാമ ഏതൊക്കെ സമുദ്രങ്ങൾ താണ്ടിയാണ് ഇന്ത്യയിൽ എത്തിയതെന്ന് പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പോൾ അറിയാം, അറ്റ്ലാന്റിക് സമുദ്രം, അതേപോലെ അന്റാർട്ടിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം എന്നിവ വഴി സഞ്ചരിച്ചാണ് ഇന്ത്യയിലെത്തിയത് അല്ലേ. ഇനി ഭൂപടത്തിൽ നിന്നും ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട മഹാസമുദ്രങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ഏറ്റവും മുകളിൽ ആർട്ടിക് സമുദ്രം കാണാം, വടക്ക് ദിശയിലെ ആർട്ടിക് സമുദ്രം. പിന്നീട് അത് ഓരോ ഓർഡറിലും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി ഏതൊക്കെ പൊസിഷനിലാണ് കിടക്കുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ആർട്ടിക് സമുദ്രം, അതിന് തൊട്ട് താഴെ തന്നെ അറ്റ്ലാന്റിക് സമുദ്രമുണ്ട്, അതേപോലെ പസഫിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, അന്റാർട്ടിക് സമുദ്രം. ഇതാണ് പ്രധാനപ്പെട്ട മഹാസമുദ്രങ്ങൾ. ഈ സമുദ്രങ്ങളെല്ലാം തന്നെ പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. പസഫിക് സമുദ്രമാണ് ഏറ്റവും വലിയ സമുദ്രമെന്ന് പറയുന്നത്. പിന്നീട് നമ്മുടെ ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ്, അതെവിടൊക്കെയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് ഓർത്ത് വെക്കണേ. ഏഷ്യയോട് ചേർന്ന് തന്നെ യൂറോപ്പ്, അതിൻ്റെ പൊസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാം, അന്റാർട്ടിക് സമുദ്രവും ആർട്ടിക് സമുദ്രവും തിരിയരുത്, ഇതിൻ്റെ പൊസിഷൻ ഒന്ന് ഓർത്ത് വെക്കുക. ഏറ്റവും മുകളിൽ ആർട്ടിക് സമുദ്രമാണ്, അതിൻ്റെ തൊട്ട് താഴെ അറ്റ്ലാന്റിക് സമുദ്രം, അതേപോലെ ഏറ്റവും തെക്ക് ഭാഗത്തായിട്ട് അന്റാർട്ടിക് സമുദ്രമാണ്, പിന്നീട് ഇന്ത്യൻ മഹാസമുദ്രവും പസഫിക് സമുദ്രവും. അപ്പോൾ സമുദ്രങ്ങളുടെയും ഭൂഖണ്ഡങ്ങളുടെയും സ്ഥാനവും അതേപോലെ ഭൂഖണ്ഡങ്ങളുടെ ആകൃതി കണ്ടാൽ അത് ഏത് ഭൂഖണ്ഡമാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും വേണം. അതാണ് ഇതിനകത്ത് കുട്ടികൾക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഏഷ്യ, ഇതിൻ്റെയൊക്കെ ഏകദേശം ഒരു ചിത്രം നമ്മളിനി ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബൗണ്ടറി മാത്രമായിട്ട് പറയും, അതാകുമ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഏഷ്യയുടെ പൊസിഷൻ നോക്കുക, ഏഷ്യയുടെ തൊട്ട് താഴെ ഓസ്ട്രേലിയ, അതേപോലെ തന്നെ ഏഷ്യയോട് ചേർന്ന് യൂറോപ്പ്, അതിന് താഴെ ആഫ്രിക്ക, പിന്നീട് വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയുമാണ് കൊടുത്തിട്ടുള്ളത്. ആകൃതി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും ടെക്സ്റ്റ് ബുക്കിൽ ഒരു 3-4 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അറ്റ്ലാന്റിക് സമുദ്രത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ്? തെക്കേ അമേരിക്കയും വടക്കേ അമേരിക്കയുമാണ് അല്ലേ. ഇനിയും ഇന്ത്യൻ മഹാസമുദ്രം ശ്രദ്ധിച്ചാട്ടെ, ഇന്ത്യൻ മഹാസമുദ്രത്തിന് കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഭൂഖണ്ഡം ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്നത് ഏതാണ്? ഓസ്ട്രേലിയ ആണ്. ഇനി ഏറ്റവും വിസ്തൃതി കൂടിയ ഭൂഖണ്ഡം, ഏറ്റവും വലുത് ഏഷ്യയാണ്. അതിൻ്റെ ആകൃതി ഒന്ന് നോക്കണേ. ഇനി അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇന്ത്യൻ മഹാസമുദ്രത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏതാണ്? അറ്റ്ലാന്റിക് സമുദ്രവും കണ്ടു, അതേപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രം കണ്ടല്ലോ. അതിൻ്റെ രണ്ടിനും കൂടി ഇടയിൽ ഏതാണ്? നമ്മുടെ വാസ്കോ ഡ ഗാമ വലം വെച്ച് പോയത് ആഫ്രിക്കയാണ് കേട്ടോ. അപ്പോൾ ഭൂഖണ്ഡങ്ങൾ എവിടൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നോക്കുക. ഏഷ്യ, ഓസ്ട്രേലിയയുടെ പൊസിഷൻ കണ്ടു, യൂറോപ്പ്, ആഫ്രിക്ക, അതേപോലെ വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക. സമുദ്രങ്ങളും ഒന്നുകൂടി നോക്കിക്കേ, മുകളിൽ ആർട്ടിക്ക, ഏറ്റവും താഴെ അന്റാർട്ടിക്ക കണ്ടല്ലോ ഏറ്റവും താഴെ. ഇനിയും ആർട്ടിക് സമുദ്രവും അന്റാർട്ടിക് സമുദ്രവും കണ്ടു. പസഫിക് സമുദ്രം നമ്മളിപ്പോൾ ഇത് പ്ലെയിൻ ആയിട്ടുള്ളൊരു പ്രതലത്തിലായതുകൊണ്ടാണ് ഇടതും വലതുമായിട്ട് പസഫിക് സമുദ്രം കൊടുത്തിട്ടുള്ളത്. പിന്നീട് അറ്റ്ലാന്റിക് സമുദ്രവും കണ്ടു, ഇന്ത്യൻ മഹാസമുദ്രവും കണ്ടു. അപ്പോൾ ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻസ് പറഞ്ഞത് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്നത് തെക്കേ അമേരിക്കയും വടക്കേ അമേരിക്കയും, ഇന്ത്യൻ മഹാസമുദ്രത്തിന് കിഴക്ക് ഭാഗത്ത് ഒന്ന് നോക്കിയേ, ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഭൂഖണ്ഡം ഏതാണ്? ഓസ്ട്രേലിയയാണ്. ഏറ്റവും വിസ്തൃതി കൂടിയ ഭൂഖണ്ഡം ഏഷ്യയാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇന്ത്യൻ മഹാസമുദ്രത്തിനും ഇടയിൽ കാണുന്ന ഭൂഖണ്ഡം ഏതാണ്? ആഫ്രിക്ക. ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു പോയിന്റ്. അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇന്ത്യൻ മഹാസമുദ്രത്തിനും ഇടയിൽ കാണപ്പെടുന്ന ഭൂഖണ്ഡം ഏതാണ്? ആഫ്രിക്കയാണ്. അത് ഇപ്പോൾ അല്ലാണ്ട് സ്റ്റാറ്റിക് GK ആയിട്ടും ചോദിക്കാമല്ലോ. അപ്പോൾ ഓസ്ട്രേലിയയുടെ ആകൃതി നമുക്കത് പെട്ടെന്ന് തന്നെ മനസ്സിലാവും, തീരെ ചെറുതാണ്. തെക്കേ അമേരിക്ക, യൂറോപ്പ്, വടക്കേ അമേരിക്ക. അപ്പോൾ ഈ ഒരു ചിത്രത്തിനേക്കാളും മനസ്സിലാകുന്ന ചിത്രം ഞാൻ ലാസ്റ്റ് കൊടുക്കാം. പുസ്തകത്തിലും ഭൂഖണ്ഡങ്ങൾ കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്നിൻ്റെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രമായിരിക്കും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിനകത്ത് ഒന്നാമത്തത് ഏത് ഭൂഖണ്ഡത്തിനെയാണെന്ന് അതിൻ്റെ ഷേപ്പ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഒന്നാമത്തത് ആഫ്രിക്കയാണ്. രണ്ടാമത്തത് ഏഷ്യയുടെ ചിത്രമാണ്. മൂന്നാമത്തത് ഓസ്ട്രേലിയ. നാലാമത്തത് തെക്കേ അമേരിക്കയാണ്. അപ്പോൾ ഇത് ഓരോന്നും ഏതെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തത്
ആഫ്രിക്കയാണ് കേട്ടോ. അപ്പോൾ ആഫ്രിക്കയുടെ ഭൂഖണ്ഡം ഒന്നാമത്തത് ആഫ്രിക്ക, രണ്ടാമത് ഏഷ്യ കണ്ടോളൂ, മൂന്നാമത്തത് ഓസ്ട്രേലിയ, നാലാമത്തത് തെക്കേ അമേരിക്കയാണ്. ഇനി അഞ്ചാമത്തത് യൂറോപ്പിൻ്റെ ഡയഗ്രമാണ് കൊടുത്തിട്ടുള്ളത്. വടക്കേ അമേരിക്കയാണ് ഈ കൊടുത്തിട്ടുള്ളത്. അവസാനം അന്റാർട്ടിക്ക. അപ്പോൾ ഇതിനകത്ത് അന്റാർട്ടിക്കയുടെ ഏഴാമത്തെ ഡയഗ്രവും മൂന്നാമത്തെ ഡയഗ്രവും 3, 4, 7. അപ്പം 3 ഒന്നുകൂടെ നോക്കൂ, ഓസ്ട്രേലിയ ആണ് മൂന്നാമത്തത്, നാലാമത്തത് തെക്കേ അമേരിക്കയാണ്, ഏഴാമത്തത് അന്റാർട്ടിക്കയുടെയും ഡയഗ്രമാണ് കേട്ടോ. ഒന്നാമത്തത് ആഫ്രിക്ക. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഒന്നാമത്തത് ആഫ്രിക്ക, 2 ഏഷ്യയുടേതാണ്, ഏഷ്യയുടെ മനസ്സിലാവുമല്ലോ പെട്ടെന്ന്. ഇനി ഓസ്ട്രേലിയ മൂന്നാമത്തത്, നാലാമത്തത് തെക്കേ അമേരിക്ക. തെക്കേ അമേരിക്ക തെക്കോട്ടൊരു ചെറിയ വാല് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് തെക്കേ അമേരിക്കയ്ക്ക്. പിന്നീട് യൂറോപ്പ് ആറാമത്തത്, വടക്കേ അമേരിക്കയാണ്, അന്റാർട്ടിക്ക. അപ്പോൾ അന്റാർട്ടിക്കയുടെയൊക്കെ അന്റാർട്ടിക്കയും ഏഷ്യയും തെക്കേ അമേരിക്കയും പെട്ടെന്ന് തന്നെ കിട്ടുമല്ലോ. ഭൂഖണ്ഡങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒന്നാമത്തത് ആഫ്രിക്ക, രണ്ടാമത്തെ ഏഷ്യയുടേതാണ്, മൂന്നാമത്തത് ഓസ്ട്രേലിയ, നാലാമത്തെ തെക്കേ അമേരിക്കയുടേതാണ്, അഞ്ചാമത്തത് യൂറോപ്പ്, ആറാമത്തത് വടക്കേ അമേരിക്കയാണ് കേട്ടോ. ആറാമത്തത് വടക്കേ അമേരിക്ക, ഏഴാമത്തത് അന്റാർട്ടിക്കയുടെ ഭൂപടമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഇത്രയും കാര്യങ്ങളാണ് കുട്ടികൾക്ക് പഠിക്കാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് PSC ഓറിയൻറ്റഡ് ആയിട്ട് എല്ലാ പോയിൻറ്റും നമ്മൾ കവർ ചെയ്തു. ഈ ഹാൻഡ് ബുക്കിലുള്ള 1-2 പോയിൻറ്റ്സ് കൂടി പറയാം. ജസ്റ്റ് സ്കെച്ചും പ്ലാനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. വളരെ കുറച്ച് സവിശേഷതകൾ മാത്രം ഉൾപ്പെടുത്തി ഒരാളുടെ ഓർമ്മയിൽ നിന്നോ ഒരു പ്രദേശത്തെ നോക്കിക്കണ്ടോ വരച്ചെടുക്കുന്ന ചിത്രങ്ങളാണ് സ്കെച്ചുകൾ അല്ലെങ്കിൽ രേഖാചിത്രങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ഒരു പ്രദേശത്തിലെ വിവരങ്ങളെ സംബന്ധിച്ച കൃത്യമായ അളവുകൾ, അവയുടെ സ്ഥാനം എന്നിവ തിട്ടപ്പെടുത്തി തോതിൻ്റെയും ദിക്കിൻ്റെയും അടിസ്ഥാനത്തിലാണ് പ്ലാനുകൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിനേക്കാളും കുറച്ചും കൂടി ഒന്ന് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. സ്കെച്ചും പ്ലാനും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അശാംശ രേഖകളും രേഖാംശ രേഖകളെയും കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പെട്ടെന്ന് ഞാനൊന്ന് വായിച്ചു വിട്ടേക്കാം. ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഭൗമോപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുമുള്ള കോണീയ അകലത്തെയാണ് അശാംശമെന്ന് പറയുന്നത്. ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്നും ഭൗമോപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുമുള്ള കോണീയ അകലത്തെയാണ് അശാംശം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരേ കോണീയ അളവുകളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണ് അശാംശ രേഖകൾ എന്ന് പറയുന്നത്. ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് അശാംശ രേഖകൾ. ഗ്ലോബിൻ്റെ മധ്യഭാഗത്തായി കാണുന്ന അശാംശ രേഖയാണ് ഏറ്റവും വലിപ്പമേറിയ അശാംശ രേഖ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. ഈ രേഖയുടെ കോണീയ അളവ് 0 ഡിഗ്രി അളവാണ്. ഭൂമിയുടെ ഉത്തര ധ്രുവത്തിനെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിച്ച് അശാംശ രേഖകൾക്ക് ലംബമായി വരച്ചിട്ടുള്ള അർദ്ധവൃത്താകൃതിയിലുള്ള രേഖകളാണ് രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട 2 രേഖാംശ രേഖകളാണ് 0 ഡിഗ്രി രേഖാംശവും 180 ഡിഗ്രി രേഖാംശവും. ഇതിൽ 0 ഡിഗ്രി രേഖാംശത്തെ അന്താരാഷ്ട്ര സമയരേഖയായും 180 ഡിഗ്രി രേഖാംശത്തെ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയായും കണക്കാക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, 0 ഡിഗ്രി രേഖാംശമാണ് അന്താരാഷ്ട്ര സമയരേഖ, എന്നാൽ 180 ഡിഗ്രി രേഖാംശത്തെയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖയായിട്ട് കണക്കാക്കുന്നത്. ഇവ ഭൂമിയെ കിഴക്ക് അർദ്ധഗോളമെന്നും പടിഞ്ഞാറ് അർദ്ധഗോളമെന്നും 2ആയിട്ടാണ് വിഭജിക്കുന്നത്. ഇവയും ഡിഗ്രി അളവിലാണ്, അതായത് രേഖാംശ രേഖയും ഡിഗ്രി അളവിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 0 ഡിഗ്രി രേഖാംശത്തെ മാനക രേഖാംശം എന്ന പേരിലും അറിയപ്പെടും. ഒരുപാട് പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 0 ഡിഗ്രി രേഖാംശം മാനക രേഖാംശം എന്ന് പറയുന്നുണ്ട്. പിന്നീട് 0 ഡിഗ്രി രേഖാംശത്തെ അന്താരാഷ്ട്ര സമയരേഖയായിട്ടും അതേപോലെ 180 ഡിഗ്രി രേഖാംശത്തെ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയായിട്ടും കണക്കാക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതാണ് അഡീഷണൽ ആയിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാതെ, അതായത് പറയാതെ പറഞ്ഞിട്ടുള്ളത്. ഹാൻഡ് ബുക്കിൽ കൊടുത്തിട്ടുള്ള തിരുവനന്തപുരത്തിൻ്റെ പ്രൊഫൈൽ കാർഡ് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടേക്കാം.
ഭാരതത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് തിരുവനന്തപുരം. അക്ഷാംശ രേഖാംശ രേഖകളുടെ സ്ഥാനവും പറഞ്ഞിട്ടുണ്ട്. 8°17', 8°54'നും വടക്ക്, അതേപോലെ 76°41'നും 77°17'നും കിഴക്ക്, അതേപോലെ അയൽ സംസ്ഥാനം തമിഴ്നാടാണ്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ് പ്രധാനപ്പെട്ട വിമാനത്താവളം. റെയിൽവേ സ്റ്റേഷൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ തമ്പാനൂര്, തുറമുഖം വിഴിഞ്ഞമാണ്. കടൽ തീരം 75 കിലോമീറ്റർ ഉണ്ട് തിരുവനന്തപുരത്തിൻ്റെത്. മറ്റ് സവിശേഷതകൾ: തലസ്ഥാന നഗരമാണ്, കേരള സർവകലാശാല ആസ്ഥാനം, വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ തിരുവനന്തപുരത്താണ്, തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തിരുവനന്തപുരത്താണ്, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, കോവളം ടൂറിസ്റ്റ് കേന്ദ്രം, അതേപോലെ ഇന്ത്യയിലെ ആദ്യ വിവരസാങ്കേതിക സമുച്ചയമായിട്ടുള്ള ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ ഇതാണ് ഹാൻഡ് ബുക്കിൽ കൊടുത്തിട്ടുള്ള തിരുവനന്തപുരം ജില്ലയെക്കുറിച്ചുള്ള ഡേറ്റാസ്. അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇന്ത്യയിലെ ആദ്യ വിവരസാങ്കേതിക സമുച്ചയം ടെക്നോ പാർക്ക്, അതേപോലെ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററും 75 കിലോമീറ്റർ കടൽ തീരം, പിന്നീട് കോവളം ടൂറിസ്റ്റ്, അതൊക്കെ അറിയാവുന്ന ഡേറ്റാസാണ് ബേസിക് ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഹാൻഡ് ബുക്കിൽ നിന്ന് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വേണ്ട കാര്യങ്ങൾ. ബാക്കി നമുക്ക് PSC ഓറിയൻറ്റഡ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഒന്നും ഇല്ല കേട്ടോ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ. ഈ ക്ലാസ് മുഴുവൻ കേട്ടിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകം മെൻഷൻ ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ക്ലാസ്സുകൾ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി കാതോർത്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.